ഹലോ ഗൈസ്, ഞാൻ ക്രിഷ്. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടെറേറിയമാണ് ഗൈസ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആകെ വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 റുപ്പീസാണ്. ആ കോസ്റ്റ് വന്നിരിക്കുന്നതാണെങ്കിൽ ഈ ഒരു ജാറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കി യൂസ് ചെയ്തിരിക്കുന്ന സാധനമെല്ലാം നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് സുഖമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമേ ഒരു ബേസ് ലെയർ ഇട്ട് കൊടുക്കാം. ബേസ് ലെയറായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ബേബി മെറ്റലാണ്. നിങ്ങളുടെ ബേബി മെറ്റൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന വേറെ എന്തെങ്കിലും ഗ്രാവലുകൾ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ട കാര്യമാണ് ഇതേപോലത്തെ ഒരു ബ്രഷ്. നമ്മൾ എന്നിട്ട് ഈ ബ്രഷ് വെച്ച് ഇതിലുള്ള ഏരിയ മുഴുവൻ ഈക്വലാക്കി കൊടുക്കണം. എല്ലാ സൈഡും എല്ലാം ഫില്ലാക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ബ്രഷ് വെച്ച് ഞാൻ എല്ലാ സൈഡും ഈക്വലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് യൂസ് ചെയ്യണം. ഇതൊരു കവറിൽ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു പീസാണ്. എന്നിട്ട് ഇത് ഈ ജാറിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈനിൽ വരച്ച് കൊടുക്കണം. അതായത് ആ ജാറിൻ്റെ ഒരളവിൽ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളും നമുക്ക് ഓരോരോ ഹോൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഹോളിടാൻ യൂസ് ചെയ്യുന്ന ട്യൂസറാണ്. അപ്പോൾ അതെ ഇതേപോലെ ഫുള്ള് ഞാൻ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് ആ ബേസ് ലെയറിൻ്റെ ടോപ്പ് വെക്കണം. എന്നിട്ട് ആ ബ്രഷ് കൊണ്ട് ബേസ് ലെയർ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാക്കി വെക്കണം. ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ 2-3 സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇത് സെക്കൻഡ് ലെയറിന് വേണ്ടി എടുത്തേക്കുന്ന കുറച്ച് മണ്ണാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇതേപോലെയുള്ള റൂട്ട്സും പിന്നെ ഡീകേ ആയിക്കൊണ്ടിരിക്കുന്ന ലീവ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഈ സാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമണിൽ നിന്നുള്ളതാണ്, കുറച്ച് ഫെർട്ടൈലായിട്ടുള്ള സാൻഡ്. പിന്നെ ഈ സാൻഡാണെങ്കിൽ ഞാൻ ഒന്നും പ്രോസസ്സൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ കുറേ ബാക്ടീരിയകളുണ്ട്, കുറേ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഈ സെപ്പറേറ്റ് ചെയ്തെടുത്തേക്കുന്ന റൂട്ട്സും ഡീകേ ആയിക്കൊണ്ടിരിക്കുന്ന ലീവ്സും വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ ബ്രഷ് കൊണ്ട് തന്നെ അതെല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വലിയ വലിയ റൂട്ട്സുകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഒരു സിസറോ അല്ലെ നൈഫ് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഇടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പൊക്കത്തേക്ക് മണ്ണിടാൻ തുടങ്ങാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആ സെയിം മണ്ണ് തന്നെയാണ് കേട്ടോ, നേരത്തെ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിയാണ് ശരിക്കും ഇത് പണി തുടങ്ങുന്നത്. ഇനി ഇത് നമുക്ക് ഹാർഡ്സ്കേപ്പ് ചെയ്യാം. ഞാനിവിടെ ഹാർഡ്സ്കേപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റോൺസും പിന്നെ കുറച്ച് ഡ്രിഫ്റ്റ് പീസുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ റോക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനിത് അറേഞ്ച് ചെയ്തെടുക്കുവാണ്. അപ്പോൾ റോക്ക് ഞാൻ എനിക്കിഷ്ടമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഡ്രിഫ്റ്റ് പീസുകൾ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് പീസും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. നിങ്ങളൊരു ടെററിയ ഇതേപോലെ ഒരു ജാറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോഴേക്കും എപ്പോഴും കയ്യിലൊരു ബ്രഷ് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം കൈ കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് ഉള്ളപ്പോൾ നമുക്ക് പലയിടത്തും സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹാർഡ്സ്കേപ്പിംഗ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാന്റ്സുകൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസും പിന്നെ ഫേൺസും ആണ്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നട്ടു കൊടുക്കാം. ഇതിൽ ഞാൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് 2 പ്ലാന്റുകളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് പിടിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പിടിക്കുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. മോസുകൾ
ഞാനിപ്പോൾ ഈ ഡ്രിഫ്റ്റ് വുഡിൻ്റെ പൊക്കത്തായിട്ട് വെച്ച് കൊടുക്കുവാണ്. പിന്നെ അതവിടെ തന്നെ വളർന്ന് സ്പ്രെഡ് ആയിക്കോളും. ഡ്രിഫ്റ്റ് വുഡ് ഫുള്ള് അത് കവർ ചെയ്തോളും. കുറച്ച് മോസ് റോക്കിൻ്റെ പൊക്കത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പ്ലാനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്, സ്പ്രേയർ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒഴിക്കുമ്പോഴേക്കും ഗ്ലാസിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഗ്ലാസിൻ്റെ സൈഡിലുള്ള സാൻഡൊക്കെ അപ്പോൾ താഴത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കോട്ടൺ തുണി കൊണ്ട് നല്ല എന്തെങ്കിലും വെള്ളം അബ്സർവ് ചെയ്യുന്ന ക്ലോത്ത് കൊണ്ട് ഇതിൻ്റെ സൈഡെല്ലാം തുടച്ചു കൊടുക്കണം. തുടച്ചു കൊടുക്കുമ്പോൾ കൈ അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ സിസേഴ്സും പിന്നെ യൂസറും യൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ടോപ്പ് സീൽ ചെയ്ത് കൊടുക്കണം. അതായത് ഒട്ടും എയർ പുറത്തേക്ക് പോകാത്ത രീതി സീൽ ചെയ്യണം. അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ റബ്ബർ ബാൻഡ് വെച്ച് എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഈ ബാക്കി വന്നേക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാസ്കിങ് ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒരു റൗണ്ട് ഞാൻ ചുറ്റി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിനൊരു ലുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചാക്കിൻ്റെ പീസ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ തുണിച്ചാക്കില്ലേ, അതിൻ്റെ ഒരു കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെക്കണം. എന്നിട്ട് ഈ സൈഡെല്ലാം ഒന്നിൻ്റെ ഇടയിൽ ഒന്നായിട്ട് കയറ്റി വെച്ച് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ആദ്യമേ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഈ റബ്ബർ ബാൻഡ് വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാണ്ട് നൂല് ചുറ്റാൻ പറ്റില്ല. അല്ലാണ്ട് നൂല് ചുറ്റണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം. അപ്പോൾ ഞാൻ നൂലൊക്കെ ചുറ്റി നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെറേറിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ നോർമലായിട്ട് നേച്ചറിൽ നടക്കുന്ന പോലെ തന്നെ ഇവാപ്പറേഷനും കണ്ടൻസേഷനും എല്ലാം നടക്കുന്നുണ്ടാവും. പിന്നെ ഈ മണ്ണിലുള്ള ബെനിഫിഷ്യലായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്, പല ലിവിങ് ഓർഗാനിസങ്ങളും കാണും. ഇതൊക്കെ ഞാൻ നേരത്തെ ഇട്ടേക്കുന്ന റൂട്ടും ലീഫൊക്കെ കൺവേർട്ട് ചെയ്ത് ഫെർട്ടിലൈസറാക്കി മാറ്റിക്കോളും. ഇത് നമുക്കിനി കുറേ നാളത്തേക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളമാണ് പ്ലാന്റ് ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നത്. ആ വെള്ളത്തിൽ തന്നെയാണ് ഇവാപ്പറേഷനും കണ്ടൻസേഷനും എല്ലാം നടക്കുന്നത്. പിന്നെ യൂഷ്വലായിട്ട് പ്ലാന്റ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം പ്രോസസ്സ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചേമ്പറാണ്. ഇതിൻ്റെ ഉള്ളിൽ സാധാ നേച്ചറിൽ നടക്കുന്ന എല്ലാം നടക്കുന്നുണ്ടാവും. അവിടെ പ്ലാന്റ് ഗ്രോത്തും ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.